ഹലോ, എൻ്റെ പേര് മിത്ര, ഇവളുടെ പേര് ദൃശ്യ. ഞങ്ങൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് വേദിക് മാത്സ് പറയാനാണ് പറയുന്നത്. ഗുണിക്കലും കുറയ്ക്കലും. നമ്മൾ സാധാ ഗുണിക്കാനും കുറയ്ക്കാനൊക്കെ ഉണ്ടാവും, പക്ഷെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോവാം. നമ്മളിവിടെ പറയാൻ പോകുന്നത് മൈനസിനെ പറ്റിയിട്ടാണ്. -9 പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 9ന്റെ കോംപ്ലിമെൻ്ററി എത്രയാണ്? കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ 10ലേക്ക് 9 നിന്ന് 10ലേക്ക് എത്രയാണ്? 1. 8ൽ നിന്ന് 10ലേക്ക് എത്ര എത്താണ്? 2. അപ്പോൾ 10ന്റെ കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ 10ലേക്ക് എത്താനാണ്. അതിനെയാണ് കോംപ്ലിമെൻ്ററി എന്ന് പറയുക. അപ്പോൾ 9ൽ നിന്ന് 10ലേക്ക് എത്രയാണ്? 1. അതാണ് കോംപ്ലിമെൻ്ററി. അപ്പോൾ 9ന്റെ കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ 1. 9ന്റെ കോംപ്ലിമെൻ്ററി 1. അപ്പോൾ 1 + 8, അപ്പോൾ 9. 9 ഇവിടെ എഴുതണം. പിന്നെ ഇവിടെ 1. ഇവിടെ ഏത് സംഖ്യ വരുന്നോ ആ സംഖ്യയിൽ 1 മൈനസ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ ഇവിടെ 1 ആയതുകൊണ്ട് പിന്നെ 1 മൈനസ് ചെയ്യാനില്ല. അപ്പോൾ 9 ഇതിൻ്റെ ആൻസർ. അപ്പോളേ ഇവിടെ വേറെ സംഖ്യ എങ്ങനെ മൈനസ് ചെയ്യും? ഇവിടെയോ? അപ്പോൾ ഇവിടെ 54 മൈനസ് 36 എന്ന് വിചാരിക്കാം. 6ന്റെ കോംപ്ലിമെൻ്ററി എത്രയാണ്? 4. ഓക്കെ, 4 + 4 8. അപ്പോൾ 8 ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ ഇവിടെ 5 അല്ലേ? 5ന്റെ 1 മൈനസ് ചെയ്താൽ 4. അപ്പോൾ ഇവിടെ എന്ത് സംഖ്യ വരുന്നോ അതിൽ നിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ 4 ആയില്ലേ? 4ന് പിന്നെ 3 കുറയ്ക്കണം. അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു സംഖ്യ വേറെ വന്നു വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറഞ്ഞുതരാം. 47 - 8. ഇവിടെ അപ്ലൈ 1 ആയിരുന്നു വന്നത്. ഇവിടെ 4 വെച്ചാൽ അങ്ങനെയാണ് പറഞ്ഞുതരാം. ഇവിടെ 8ന്റെ കോംപ്ലിമെൻ്ററി പറഞ്ഞാൽ 2. 2 + 7 9. 9 ഇവിടെ എഴുതാം. 4ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. അപ്പോൾ 3. അപ്പോൾ ഇവിടെ എന്ത് സംഖ്യ വരുന്നോ അതിൻ്റെ കൂടെ 1 മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. അടിയിൽ ഇങ്ങനെ വരുന്നെങ്കിൽ അവിടെ 1 മൈനസ് ചെയ്യാം, പിന്നെ അതിൽ നിന്ന് ഈ 3 മൈനസ് ചെയ്യാം. അങ്ങനെ. അപ്പോൾ 4ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ. ഇനി നമുക്ക് എങ്ങനെ സിമ്പിളായി ഗുണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുണിക്കാൻ നോക്കാം. 1 × 1 1. ഇനി നമുക്ക് ഈ ഒരു സൈഡ് കഴിഞ്ഞു. നമുക്ക് ക്രോസ് ആയിട്ട് ഗുണിക്കാം. ഓക്കെ, 1 × 1 1. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാനാണോ? 1 × 1 1. അപ്പോൾ ഈ 2 കിട്ടി. അപ്പോൾ 2 കൂടി പ്ലസ് ചെയ്യുക. 1 × 1 1. 1 × 1 1. അത് 2 കൂടി പ്ലസ് ചെയ്താൽ 1 + 1 2. അപ്പൊ ഇനി ആ ക്രോസും കഴിഞ്ഞു, സൈഡ്സും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അറ്റത്തെ. അപ്പൊ ഇവിടെ മാത്രമേ ഇതുള്ളൂ. 1 × 1 1. ഓ, സിമ്പിൾ ആയിട്ട്. ഇനി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. ഓക്കെ, 2 × 2 4. 2 × 2 4. 4 + 2 × 2 4. 4 + 4 8. ഓക്കെ, 2 × 2 4. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? സിമ്പിൾ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി സംശയമൊന്നുമില്ലല്ലോ? ഇല്ലല്ല. നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത് പെരിമീറ്ററിനെ കുറിച്ചും ഏരിയനെ കുറിച്ചിട്ടാണ്. ഏരിയ പറഞ്ഞാൽ പരപ്പളവാണ്, പെരിമീറ്റർ പറഞ്ഞാൽ ചുറ്റളവാണ്. അല്ല, എന്താണ് ഏരിയ? ഏരിയ പറഞ്ഞാൽ ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ഉള്ളിലുള്ള ഭാഗത്തിനാണ് ഏരിയ എന്ന് പറയാ. ഉള്ളിലുള്ള ഭാഗത്തിന് ഏരിയ പറയാം, അതായത് പരപ്പളവ്. ഇപ്പൊ L.B എന്നാണ് പറയാ. ഇതിന്റെ ഫോർമേഷൻ അതാണ്, L.B. അപ്പൊ ഈ ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡുവിനെയാണ്. ഇൻഡു L × B അതിനെയാണ് ഉദ്ദേശിക്കുന്നത് L.B എന്ന്. രണ്ടും പറയാം. ലെങ്ത് × ബ്രെഡ്ത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ലെങ്ത് പറഞ്ഞാൽ നീളം, ബ്രെഡ്ത്ത് പറഞ്ഞാൽ വീതി. അപ്പൊ ലെങ്ത് × ബ്രെഡ്ത്ത് അതിനാണ്. അപ്പൊ ഇവിടെ 4, ഇവിടെ 4, ഇവിടെ 2, ഇവിടെ 2 വെക്കാം. അപ്പോൾ L × B ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 4 × 2 8. അതാണ് ഇതിന്റെ ഏരിയ. അത്രേ. അപ്പൊ ലെങ്ത് പറഞ്ഞ 4, ബ്രെഡ്ത്ത് പറഞ്ഞ 2. അപ്പൊ ഇത് രണ്ടും കൂടി ഇൻറ്റു ഇവിടെ ഇൻറ്റു. അപ്പൊ 4 × 2 8. ഇത്രേ ഉള്ളൂ.
പരപ്പളവ് എന്നാ പറയാ, ഏരിയനെ പറയാം, അതായത് ഇത് ചുറ്റിലുള്ളത്. പെരിമീറ്റർ പറയില്ല. അപ്പോ പെരിമീറ്റർ പറഞ്ഞാ ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റിലുള്ള അളവിനെയാണ് പറയുന്നത് നമ്മള് പെരിമീറ്റർ എന്ന്. മനസ്സിലായോ? ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റിലുള്ള അളവിനാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ബ്രാക്കറ്റില് L പ്ലസ് ബി. ഓക്കെ, അപ്പൊ ഇവിടെ ലെങ്ത് ബ്രെഡ്ത്ത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ലെങ്ത് വന്നിട്ട് 3, ഓക്കെ, ബ്രെഡ്ത്ത് വന്നിട്ട് 2, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ബ്രാക്കറ്റിലിടാം ഈ L പ്ലസ് ബി. അപ്പൊ L പറഞ്ഞ 3, ബ്രെഡ്ത്ത് പറഞ്ഞ 2. അപ്പൊ L പ്ലസ് ബി പറഞ്ഞാൽ 3 പ്ലസ് 2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ 3 പ്ലസ് 2 എത്രയാണ്? 5. നമുക്ക് 5 ചെയ്ത ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ 2 ഉണ്ടല്ലോ, 2 ഇതേമാതിരി ഇങ്ങോട്ട് ഇടുക. മനസ്സിലായില്ലേ? അപ്പോ 2 ഇൻറ്റു 5 പെരിമീറ്ററിന് എന്താ മലയാളത്തിൽ പറയാ? ചുറ്റളവ്. അപ്പൊ 2 ഇൻറ്റു 5 എത്രയാണ്? 10. ഓക്കെ, ആൻസർ. പെരിമീറ്ററിന്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ, ആൻസറും കിട്ടി. L പ്ലസ് ബി, ഡു L പ്ലസ് ബി. L പറയുമ്പോൾ ലെങ്ത്, ബി പറയുമ്പോൾ ബ്രെഡ്ത്ത്. ലെങ്ത് L പറയുമ്പോൾ വീതി, വീതി. ബ്രെഡ്ത്ത് വരുമ്പോ വീതി. മനസ്സിലായി? സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങളുടെ വീഡിയോ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. ഓക്കെ, ബൈ.